സ്കൂൾ ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ അച്ഛനും മോനും ഇറങ്ങി, അടുത്ത് ജാനുട്ടി റെഡി ഇറങ്ങി, പുറകിൽ നിന്ന് ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജാനുട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ആൾ എത്ര മുടി ചീകിയിട്ടും ശരിയാകുന്നില്ല കേട്ടോ. പിന്നെ 2 മാസത്തിന് ശേഷം ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോയല്ലേ, അതിൻ്റെ ഒരു ത്രില്ലാണ് ആശാൻ. പിന്നെ ജാനുട്ടിയാണ് ഇന്ന് മുന്നിലിരിക്കുന്നത്. അവളൊന്ന് ഓടിപ്പോയി ഫ്രണ്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട്. രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് അടി വെക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നിലിരിക്കാനായിട്ട്. അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് ഒരാൾ മുന്നിൽ പിന്നിലായിട്ട് മാറി മാറി ഒരു എഗ്രിമെൻറ്റിലാണ് അങ്ങനെ പോകുന്നത്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരാൾ മുന്നിൽ, ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ പിന്നിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്കൂളെത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും വരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അതാണ് ഇത്രയും തിരക്ക് കേട്ടോ. വലിയ കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് ജാനുട്ടിയുടെ ക്ലാസ് വരുന്നത്. ക്ലാസ്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഉദ്ഘാടനം നടക്കുന്നത് ഹാളല്ല, ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഉദ്ഘാടനം നടക്കുന്നത്, പ്രവേശനോത്സവത്തിൻ്റേത്. അപ്പോൾ ജാനുട്ടിയെ ഇവിടെ ആക്കിയിട്ട് മോനെ കൊണ്ട് എനിക്ക് അവൻ്റെ സ്കൂളിലാക്കണം കേട്ടോ. ഇത്തവണ രണ്ടുപേരും 2 സ്കൂളിലായതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി അങ്ങോട്ടൊരു 3 വർഷത്തേക്ക് ഇത് എങ്ങനെയായിരിക്കും, അവനും കൂടെ ഇങ്ങോട്ടേക്ക് ആവുന്നത് വരേക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ജാനുട്ടി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി ഇരിപ്പുണ്ട് കേട്ടോ. ആ ധൈര്യത്തിൽ ഞാനും അവനെയും കൊണ്ട് സ്കൂളിലോട്ട് പോയി. അങ്ങനെ അവൻ്റെ സ്കൂളിൽ വെച്ചല്ല ഇത്തവണ പ്രവേശനോത്സവം നടക്കുന്നത്, അടുത്തുള്ളൊരു പാരിഷ് ഹാളിലാണ് കേട്ടോ. ഇത് LMSൻ്റെ സ്കൂളായതുകൊണ്ട് തന്നെ അവിടുത്തെ ഫാദറും മറ്റുള്ളവരൊക്കെ കൂടെ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അധ്യാപകരും കുട്ടികളൊക്കെ കൂടെ ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു. എല്ലാ തവണയും ഉള്ളതാണ് കേട്ടോ ഈ അക്ഷരദീപം തെളിയിക്കലൊക്കെ. അങ്ങനെ ഇത്തവണയും അതുണ്ടായിരുന്നേ. അങ്ങനെ ഇത്തവണയും ഒരുപാട് കുട്ടികൾ, പുതുതായിട്ട് വന്നവരും പഴയ ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ ഇരുന്ന് കരയുന്ന കണ്ടില്ലേ. കുറേ പേര് സന്തോഷത്തിലാണ്, മറ്റു ചിലർ കരച്ചിലാണ്. അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ സ്കൂളിൻ്റെ മുന്നിൽ വരിയായിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവരും അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇത്തവണ മുന്നിൽ പഴമയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2 സൈഡിലും ഓല മെടഞ്ഞിട്ട് അതിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, പ്രവേശനോത്സവം എന്നൊക്കെ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും തോരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ക്ലാസ്സിലോട്ട് പോയി. പിന്നെ അവനെ ക്ലാസ് മാറ്റി 1-ാം ക്ലാസ്സിൽ നിന്ന് അവൻ അങ്ങനെ 2-ാം ക്ലാസ്സിലോട്ടായിട്ടുണ്ട്. പുതിയ സാറിനെയൊക്കെ കണ്ട് അവനങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ അവിടുന്ന് മധുരമൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ ഉച്ചയായപ്പോഴത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും ജാനുട്ടിയും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ കഴിഞ്ഞത്. നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഫ്രൂട്ടി കൂടെ അങ്ങ് വാങ്ങി കുടിക്കാമെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെ ദാഹം അടക്കി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.